അമിത ജോലിഭാരം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്ത്ലജെ. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ അന്നയുടെ മാതാവ് അയച്ച കത്ത് ചർച്ചയാകും. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കൾക്ക് തിരിച്ചടി. പി ജയരാജനും TV രാജേഷും വിചാരണ നേരിടണം. വിടുതൽ ഹർജികൾ CBI കോടതി തള്ളി. ഇരുവർക്കുമെതിരെ ചുമത്തിയത് ഗൂഢാലോചന കുറ്റം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20-ലധികം മൊഴികൾ അതീവ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഭൂരിപക്ഷം പേരെയും 10 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടും. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുക്കും. മുകേഷിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ ഗുരുതര പരാതി. ഹോട്ടലിലെത്തിച്ച് കാഴ്ചവെക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി നടിയുടെ ബന്ധുവായ യുവതി. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. പ്രത്യേക സംഘം അന്വേഷിക്കും. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് CPI. അജിത് കുമാർ ഇടതുപക്ഷ നിലപാടിന് കളങ്കമെന്ന് ജനയുഗത്തിൽ CPI നേതാവ് പ്രകാശ് ബാബുവിന്റെ ലേഖനം. CPIയുടെ പ്രഖ്യാപിത നിലപാടെന്ന് പ്രകാശ് ബാബു. MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ്. പ്രത്യേക സംഘം പരിശോധിച്ചാൽ മതിയെന്ന് വിലയിരുത്തൽ. കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുനായുള്ള ദൗത്യം പുനരാരംഭിക്കും. ഡ്രഡ്ജർ അഴിമുഖത്ത്. ദൗത്യം കാലാവസ്ഥ കൂടി പരിഗണിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബംഗളൂരു FC ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. ആദ്യ ജയം തേടി ഹൈദരാബാദും രണ്ടാം ജയം തേടി ബംഗളൂരുവും ഇറങ്ങും. IT ജീവനക്കാരി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്ത്ലജെ അറിയിച്ചു. കമ്പനിക്കെതിരെ IT ജീവനക്കാർ